ക്രേസി സർക്യൂട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഡാഷ് ക്യാംസ് ആണ്. ഡാഷ് ക്യാംസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും. നമ്മൾ വണ്ടിയിൽ, കാറിലൊക്കെ മെയിൻലി നമ്മളുടെ കാറിൻ്റെ മുമ്പിലും പുറകിലും ഒക്കെ ആയിട്ട് വെക്കുന്ന ക്യാമറാസിനെയാണ് നമ്മൾ ഡാഷ് ക്യാംസ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിടുമ്പോഴും നമ്മളുടെ സറൗണ്ടിങ്സിന് റെക്കോർഡ് ചെയ്യാൻ വേണ്ടി അത് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡാഷ് ക്യാംസ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഡാഷ് ക്യാം ഞാൻ എൻ്റെ വണ്ടിയിൽ ഈ അടുത്തിടയ്ക്ക് ഇൻസ്റ്റാൾ ചെയ്തു. അപ്പം അതിനെക്കുറിച്ചുള്ള തോട്ട്സ് നിങ്ങളോട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു പർട്ടിക്കുലർ ഡാഷ് ക്യാമിൻ്റേതായിട്ടുള്ള റിവ്യൂ അല്ല ഞാൻ ഇടുന്നത്. കാരണം മിക്ക ഡാഷ് ക്യാംസും വർക്ക് ചെയ്യുന്നത് ഏകദേശം സെയിം രീതിയിലൊക്കെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ റിവ്യൂസ് നോക്കി നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ. പക്ഷേ ഡാഷ് ക്യാംസ് ഇൻ ജനറൽ എങ്ങനെയാണത് ഡിഫർ ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് വേണ്ട ഒരു ഡാഷ് ക്യാംസ് ചൂസ് ചെയ്യാം, അതെങ്ങനെ നമുക്ക് വണ്ടിയിൽ കണക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ തന്നെ ഡാഷ് ക്യാംസ് കൊണ്ട് നമ്മൾ എന്താണ് റെക്കോർഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. ഡാഷ് ക്യാംസ് കൊണ്ട് നമ്മൾ മെയിനായിട്ട് 2 ടൈപ്പ് ഓഫ് റെക്കോർഡിങ്സ് ആണ് നമ്മൾക്ക് ഉപകാരപ്പെടുന്നത്. ഒന്ന്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മളുടെ ചുറ്റുപാടുകൾ റെക്കോർഡ് ചെയ്യുക. അത് നമ്മൾക്ക് എങ്ങനെ ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വണ്ടി ഓടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ആക്സിഡൻസോ അല്ലെങ്കിൽ നമ്മളുടെ വണ്ടിയിൽ ആരെങ്കിലും വന്ന് തട്ടുകയോ അല്ലെങ്കിൽ വേറെ 2 വണ്ടികൾ തമ്മിൽ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടാവുകയോ അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യത്തിന് നമ്മൾ ചെയ്തു എന്നും പറഞ്ഞിട്ട് നമ്മളെ ട്രാഫിക് പോലീസ് പുൾ ഓവർ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെ കൗണ്ടർ ചെയ്യാനോ അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മുടെ സൈഡിൽ പ്രൂഫായിട്ടും അല്ലെങ്കിൽ നമ്മൾക്കൊരു ഇൻഷുറൻസ് ക്ലെയിം കിട്ടാൻ വേണ്ടി നമുക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള രീതിയിൽ ഒരു എവിഡൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് ഈ ഡാഷ് ക്യാം ഫുട്ടേജ് ഉപകാരപ്പെടും. അത് ഒന്നാമത്തെ കാര്യം, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഉപകാരപ്പെടുന്ന കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിരുന്ന സമയത്ത് ഉദാഹരണത്തിന് അതിലെന്തെങ്കിലും മോഷണം നടക്കാനുള്ള ശ്രമം നടക്കുകയോ അല്ലെങ്കിൽ വണ്ടിയുടെ എന്തെങ്കിലും പാർട്സ് ഊരിക്കൊണ്ട് പോകാൻ ആരെങ്കിലും ശ്രമിക്കുകയോ അല്ലെങ്കിൽ അറിയാതെ ആരെങ്കിലും പാർക്ക് ചെയ്ത വണ്ടിയിലൊന്നും തട്ടുകയോ മുട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ചെയ്ത ആളെ ഐഡൻറ്റിഫൈ ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾക്ക് പാർക്കിംഗ് മോഡിലുള്ള റെക്കോർഡിങ് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ ഡാഷ് ക്യാം കൊണ്ട് നമുക്ക് 2 രീതിയിലുള്ള റെക്കോർഡിംഗ് ആണ് പറ്റുന്നത്. ഒന്ന്, വണ്ടി മോഷനിലുള്ള സമയത്തുള്ള റെക്കോർഡിംഗ്. രണ്ട് വണ്ടി പാർക്ക് ചെയ്ത സമയത്തുള്ള റെക്കോർഡിംഗ്. അപ്പോൾ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ഡാഷ് ക്യാം സെലക്ട് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ഡാഷ് ക്യാംസിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. അതിലെ ഒന്നാമത്തെ പാരാമീറ്റർ എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ റെക്കോർഡിംഗ് മോഡുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെക്കോർഡ് ചെയ്യുന്നതും പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന സമയത്തും റെക്കോർഡ് ചെയ്യുന്നതും. അപ്പം അവിടെ തന്നെ ഡാഷ് ക്യാംസ് തമ്മിൽ 2 ടൈപ്പായി. ഒന്ന്, ഈ 2 സമയത്തും റെക്കോർഡിങ് പറ്റുന്ന രീതിയിലുള്ള ഡാഷ് ക്യാം. 2, വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രം റെക്കോർഡ് ചെയ്യാൻ പറ്റുന്ന ഡാഷ് ക്യാം. അതുപോലെ രണ്ടാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഇതിൻ്റെ റെസൊല്യൂഷൻ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ സാധാരണ ക്യാമറയിലുള്ള പോലെ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പല റെസൊല്യൂഷനിൽ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഒന്നുകിൽ നമുക്കത് ഫുൾ HD ആയിട്ട് റെക്കോർഡ് ചെയ്യാം, അല്ലെങ്കിൽ 4K ആയിട്ട് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ പല റെസൊല്യൂഷനിലും നമുക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ റെസൊല്യൂഷൻ കൂടുന്നതനുസരിച്ചിട്ട് നമ്മളുടെ വീഡിയോ ഫുട്ടേജിൻ്റെ ക്ലാരിറ്റി കൂടും. അതുപോലെ റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയുടെ സൈസും കൂടും. അപ്പം അതവിടെയാണ് നമുക്ക് ഉപകാരപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം വണ്ടിയൊക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കിന് നമ്മളുടെ മുമ്പിലൊരു വണ്ടി കടന്നു പോകുമ്പോഴത്തേക്കിന് ആ വണ്ടിയുടെ ലൈസൻസ് പ്ലേറ്റിൻ്റെ നമ്പർ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4K ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ക്ലിയർ ആയിട്ട് അത് കാണാൻ പറ്റും. ഫുൾ HD ആകുമ്പം അത്രയും ക്ലിയർ ആയിരിക്കില്ല, ഒരു പരിധി വരെയൊക്കെ വായിക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇരുട്ടുള്ള ഒരു സമയം, അധികം വെട്ടമില്ലാത്ത സമയത്തൊക്കെ 4K ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ലൈസൻസ് പ്ലേറ്റൊക്കെ വായിക്കാനായിട്ട് കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് നമ്മളുടെ ഒരു ഫ്രെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ 4K റെസൊല്യൂഷനുള്ള ക്യാമറാസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ഡാഷ് ക്യാമിനെ നമ്മൾ എങ്ങനെ പവർ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ സാധാരണ കാണുന്ന ക്യാമറ പോലെ നമ്മൾ അതിൽ ബാറ്ററി ഇട്ടിട്ട് നമ്മൾ ക്യാമറ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ബാറ്ററി പിന്നെയും ചാർജ് ചെയ്ത് വീണ്ടും ഉപയോഗിക്കും, നമ്മൾ ഗോപ്രോയിലൊക്കെ കാണുന്ന പോലെ. അതുപോലെ ഒരു മെക്കാനിസം നമ്മൾ ഡാഷ് ക്യാമിൽ പറ്റത്തില്ല. കാരണം ഡാഷ് ക്യാംസ് മിക്കവാറും നമ്മുടെ വിൻഷീൽഡിനോട് ഡയറക്റ്റ് അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. ഒന്നെങ്കിലും മുമ്പിലത്തെ വിൻഷീൽഡ് അല്ലെങ്കിൽ ബാക്കിലത്തെ വിൻഷീൽഡിൽ ഒക്കെ അറ്റാച്ച് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലപോലെ വെയിലടിക്കുകയും നല്ലപോലെ ചൂടാകുകയും ഒക്കെ ചെയ്യുന്നത് കാരണം നമ്മുടെ ക്യാമറാസിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ലിഥിയം അയോൺ ബാറ്ററീസ് അതിൽ ഇട്ട് കഴിഞ്ഞാൽ അത് കുറച്ച് ഡേഞ്ചറസ് ആണ്. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ലിമിറ്റ്സിൽ അത് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനകത്തൊരു റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററി വെച്ചുള്ള അസംബ്ലി ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഒട്ടുമിക്ക ഡാഷ് ക്യാമിലും ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് ബാറ്ററീസ് വരത്തില്ല. കൂടുതലും അവർ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്ത് ബാറ്ററീസിന് പകരം ഒരു സൂപ്പർ കപ്പാസിറ്ററാണ് വെക്കാറ്. അപ്പോൾ കുറച്ച് ഡ്യൂറേഷൻ നേരത്തേക്ക് അത് ചാർജ് റീറ്റൈൻ ചെയ്യാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അത്രയും മാക്സിമം വരത്തുള്ളൂ.
അപ്പം നമ്മൾ ഡാഷ് ക്യാമിനെ നമ്മളൊരു എക്സ്റ്റേണൽ പവർ സോഴ്സിൽ നിന്ന് നമ്മൾ പവർ ചെയ്യണം. അപ്പം അതെങ്ങനെയാണ് നമ്മൾ ഈ ഡാഷ് ക്യാമിനെ പവർ ചെയ്യുന്നതിന് ഉള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് പല ടൈപ്പിലുള്ള ഡാഷ് ക്യാം നമുക്ക് കിട്ടും. അപ്പം അത് അടുത്ത കാറ്റഗറി. അപ്പോൾ അതിലോട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പിന്നീട് വരാം. ഇനി അടുത്ത കാറ്റഗറി നമുക്ക് ഡാഷ് ക്യാംസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാനൽസിനെ ഡിപ്പെൻഡ് ചെയ്താണ്. ചാനൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഒരു ഡാഷ് ക്യാം മാത്രമേ ഉള്ളൂ. നമ്മൾ കാറിൻ്റെ മുമ്പിൽ അത് ഫിറ്റ് ചെയ്ത് മുമ്പിലത്തെ വിൻസ്ക്രീനിൽ അത് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മുമ്പിലത്തെ ഭാഗം മാത്രം റെക്കോർഡ് ചെയ്യുന്നു. അപ്പം അതിനെ നമുക്ക് സിംഗിൾ ചാനൽ ഡാഷ് ക്യാം എന്ന് വിളിക്കാം. ഇനി അതുപോലെ നമ്മൾ കാറിൻ്റെ ബാക്കിലത്തെ ഇതിലും ഒരു ഗ്ലാസ്സിലും ഒരു ക്യാമറ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് 2 ക്യാമറ സെയിം ടൈമിൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ടിലത്തെ ക്യാമറയും ബാക്കിലത്തെ ക്യാമറയും തമ്മിൽ ഒരു വയറിൻ്റെ കണക്ഷൻ കാണും. അപ്പം അതെല്ലാം കൂടെ ഒരുമിച്ച് അഗ്രിഗേറ്റ് ചെയ്തിട്ട് നമ്മളുടെ മുമ്പിലത്തെ ക്യാമറയിലിരിക്കുന്ന മെമ്മറി കാർഡിലോട്ട് സെയിം ടൈം രണ്ടും കൂടെ ഒരുമിച്ച് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനെ നമുക്ക് ഡ്യുവൽ ചാനൽ ഡാഷ് ക്യാം എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ മുമ്പിലുള്ള വ്യൂവും ബാക്കിലത്തെ വ്യൂവും കാറിൻ്റെ ഇൻസൈഡ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസൈഡ് ഒരു ക്യാമറയും കൂടെ ഉള്ളതിനെ നമുക്ക് 3 ചാനൽ ഡാഷ് ക്യാം എന്ന് വിളിക്കാം. അപ്പോൾ അങ്ങനെ നമ്പർ ഓഫ് ചാനൽസിനെ ബേസ് ചെയ്ത് നമുക്ക് ഈ ക്യാമറാസിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പം ബേസിക്കലി ഇത്രയും പാരാമീറ്റേഴ്സ് വെച്ചിട്ടാണ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാഷ് ക്യാംസിനെ നമുക്ക് അഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മളുടെ യൂസ് കേസ് എന്താണ് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മൾക്കൊരു സ്പെസിഫിക് ഡാഷ് ക്യാം ചൂസ് ചെയ്യാം. ഉദാഹരണത്തിന് നമുക്കിപ്പം കാറിൻ്റെ അകം കൂടെ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ചുള്ള ഡാഷ് ക്യാം എടുക്കണം. നമുക്ക് മുമ്പിലത്തെ വ്യൂ മാത്രം മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വാങ്ങാം. അതുപോലെ നമുക്ക് നമ്മുടെ റെസൊല്യൂഷൻ ഫുൾ HD മതി എന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള വാങ്ങണം. നമുക്ക് കൂടുതൽ ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ 4K ഉള്ള ക്യാമറ വാങ്ങണം. അപ്പം അങ്ങനെ നമ്മളുടെ ആവശ്യം എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് നമ്മൾക്ക് ഇതിൽ നിന്ന് യൂസ് കേസിന് പറ്റിയ രീതിയിൽ ഒരു ഡാഷ് ക്യാം ചൂസ് ചെയ്യും. ഡാഷ് ക്യാംസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ചൂസ് ചെയ്യുമ്പോഴത്തേക്കിന് ബേസിക്കലി ഇൻസ്റ്റലേഷന് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്. എങ്ങനെ നമ്മൾ ഡാഷ് ക്യാമിനെ പവർ ചെയ്യുന്നു, രണ്ടാമത്തേത് ഡാഷ് ക്യാംസ് പാർക്കിംഗ് മോഡിൽ എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളത്. ഈ 2 കാര്യങ്ങളാണ് ഡാഷ് ക്യാംസിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിലെ ഒന്നാമത്തെ ടോപ്പിക്കായ നമുക്ക് ഒരു ഡാഷ് ക്യാമിനെ എങ്ങനെ പവർ ചെയ്യാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ഡാഷ് ക്യാമും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡാഷ് ക്യാമിന് ഒരു 12 വോൾട്ടിൻ്റെ പവർ സപ്ലൈ വേണം. അപ്പം നമ്മളുടെ കാറിൽ നിന്ന് എവിടെ നിന്നെങ്കിലും നമുക്കൊരു 12 വോൾട്ടിൻ്റെ സപ്ലൈ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കത് ഡാഷ് ക്യാമിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 12 വോൾട്ടിൽ നമ്മളുടെ ക്യാമറ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അതിനുള്ള സോഴ്സ് എന്താണ്? അപ്പം പ്രൈമറിലി നമ്മളുടെ എല്ലാ കാറിലും ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 12 വോൾട്ട് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ നമ്മളുടെ സിഗരറ്റ് ലൈറ്റ് സോക്കറ്റാണ്. അപ്പോൾ എല്ലാവർക്കും അറിയാം നമ്മുടെ 12 വോൾട്ട് സോക്കറ്റ് നമ്മുടെ മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടി സിഗരറ്റ് ലൈറ്റ് സോക്കറ്റിൽ ചാർജർ കുത്തിയിട്ട് അവിടെ നിന്ന് ചാർജ് ചെയ്യുന്ന രീതിയിലുള്ള ആ ഒരു സോക്കറ്റിൽ നിന്ന് നമുക്ക് നമ്മുടെ ഡാഷ് ക്യാമും പവർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. പക്ഷേ ഈ ഒരു ഓപ്ഷൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിഗരറ്റ് ലൈറ്റ് സോക്കറ്റിൽ വണ്ടി ഓൺ ആയിരിക്കുന്ന സമയത്ത് മാത്രമേ പവറുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ പാർക്കിംഗ് മോഡിൽ നമുക്ക് അതുകൊണ്ട് റെക്കോർഡിംഗ് കിട്ടത്തില്ല. ഓടിക്കുന്ന സമയത്ത് മാത്രം റെക്കോർഡിംഗ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഡാഷ് ക്യാമിനെ നമ്മളുടെ സിഗരറ്റ് ലൈറ്റ് സോക്കറ്റിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് പവർ ചെയ്ത് ഉപയോഗിക്കാം. അപ്പം അതാണ് നമ്മൾ ഡാഷ് ക്യാം പവർ ചെയ്യാനുള്ള ഒന്നാമത്തെ ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഡാഷ് ക്യാമിന് ഒരു എക്സ്റ്റേണൽ ബാറ്ററി പാക്ക് വെക്കാം. നമ്മളുടെ പവർ ബാങ്ക് ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പവർ ബാങ്ക് പോലെ ഒരു ബാറ്ററി പാക്ക്. അപ്പം അത് നമ്മളുടെ ഗ്ലൗ ബോക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ബാറ്ററി പാക്ക് വെക്കാൻ പറ്റും. അപ്പോൾ അതധികം വെയിൽ തട്ടാത്ത ഒരു സ്ഥലത്ത് ആ ബാറ്ററി പാക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ വെയിലും ചൂട് പഠിക്കാത്ത സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ബാറ്ററി പാക്ക് നമ്മളുടെ കാറിൻ്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ വയർ ചെയ്തിട്ട് നമ്മൾ ഡാഷ് ക്യാം വെക്കുന്ന സ്ഥലം വരെ വയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ക്യാം പവർ എടുക്കുന്നത് ഈ ബാറ്ററി പാക്കിൽ നിന്നാണ്. നമ്മളെപ്പം വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നോ ആ സമയത്ത് ഈ സിഗരറ്റ് ലൈറ്റ് സോക്കറ്റിൽ നിന്നോ അല്ലെങ്കിൽ വണ്ടിയുടെ ഇൻറ്റേർണൽ വയറിങ്ങിൽ കൂടെയോ പവർ എടുത്തിട്ട് ഈ ബാറ്ററി പാക്ക് ചാർജ് ആയിക്കൊണ്ടിരിക്കും. എന്നിട്ട് വണ്ടി ഓഫ് ആകുന്ന സമയത്ത് നമ്മളുടെ ക്യാമറ ഈ ചാർജ് ചെയ്ത ബാറ്ററി പാക്കിൽ നിന്ന് ചാർജ് എടുത്തിട്ട് ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം പാർക്കിംഗ് മോഡിൽ ഈ പറഞ്ഞ ബാറ്ററിയിൽ നിന്ന് പവർ ഉപയോഗിച്ചിട്ട് ക്യാമറ ഫങ്ഷൻ ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾക്ക് അതിൻ്റെ ഓപ്പറേഷനിൽ ഒരു ബ്രേക്കും അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ഡാഷ് ക്യാം വാങ്ങുന്നതിൻ്റെ കൂടെ ഒരു എക്സ്റ്റേണൽ ബാറ്ററി പാക്കും വാങ്ങേണ്ടി വരും. എന്നിട്ട് ആ ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാനുള്ള ചെറിയൊരു വയറിംഗ് കൂടെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡാഷ് ക്യാം ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വയറിംഗ് എന്ന് പറയും. നമ്മളുടെ കാറിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ വെഹിക്കിളിൽ ഓൾറെഡി ഒരു ബാറ്ററി കാണും. അപ്പം ആ ബാറ്ററിയിൽ നിന്ന് നമ്മൾ എങ്ങനെയെങ്കിലും പവർ ഉപയോഗിച്ചിട്ട് ഡാഷ് ക്യാം ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഹാർഡ് വയറിംഗ് എന്ന് പറയുന്ന ടെക്നിക്ക്. നമ്മൾ ഡാഷ് ക്യാമിൽ നിന്ന് ഒരു 3 വയർ വരുന്നുണ്ടായിരിക്കും. ആ 3 വയർ നമ്മൾക്ക് എപ്പോഴും പവർ കിട്ടുന്ന ഏതെങ്കിലും ഒരു സോഴ്സിലോട്ട് കണക്ട് ചെയ്യണം. നമ്മൾ ബാറ്ററിയിലോട് ഡയറക്റ്റ് കൊണ്ടുപോയി കണക്ട് ചെയ്യുകയല്ല ചെയ്യുന്നത്. നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഫ്യൂസ് വഴി വരുന്ന ഏതെങ്കിലും ഒരു ജംഗ്ഷനിൽ നമ്മൾ ഈ വയറും കൂടെ കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഡാഷ് ക്യാമിന് പവർ സപ്ലൈ കിട്ടും.
അപ്പോൾ എന്തുകൊണ്ട് 3 വയർ, എന്തുകൊണ്ട് 2 വയർ അല്ല എന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വണ്ടി ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്ന് ഈ ക്യാമറയ്ക്ക് തിരിച്ചറിയാൻ പറ്റണം. അങ്ങനെയാണ് ക്യാമറ കണ്ടിന്യൂസ് മോഡ്, റെക്കോർഡിംഗ് മോഡും അല്ലെങ്കിൽ പാർക്കിംഗ് മോഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നത്. അപ്പം ഈ മൂന്നാമത്തെ വയർ വണ്ടി പാർക്കിംഗ് മോഡിലാണോ എന്നുള്ളത്, പാർക്ക് ചെയ്തേക്കുവാണോ ഓഫ് ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് വേണമെങ്കിൽ കരുതാം. അപ്പോൾ ഈ 3 വയറുകൾ നമ്മൾ ഈ ഹാർഡ്വെയറിങ് രീതിയിൽ ബാറ്ററിയായിട്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമുക്ക് 12 വോൾട്ട് സപ്ലൈ കിട്ടുന്ന സ്ഥലത്തോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം നമ്മളുടെ ക്യാമറയ്ക്ക് പവർ കിട്ടും. അപ്പം ആ പവർ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ക്യാമറ ഫങ്ഷൻ ചെയ്യുകയും ചെയ്യും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുടെ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ക്യാമറ ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു സമയത്ത്, ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഒരു മാസത്തേക്ക് നമ്മൾ വണ്ടി എടുക്കാതിരുന്നു, അല്ലെങ്കിൽ ഒരു 2 ആഴ്ചത്തേക്ക് വണ്ടി എടുക്കാതിരിക്കുന്നു. ഈ ക്യാമറ നമ്മൾ പാർക്കിംഗ് മോഡിൽ ഫുൾ ടൈം റെക്കോർഡിങ്ങിന് വേണ്ടി ഇടുകയെന്ന് വിചാരിക്കും. അപ്പോൾ ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ ബാറ്ററിയുടെ പവർ ഉപയോഗിച്ചാണ് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ബാറ്ററി പതിയെ ഡൗൺ ആവും. അപ്പോൾ നമ്മുടെ വണ്ടി പിന്നീട് സ്റ്റാർട്ട് ആകാതെ വരും. നമ്മൾ ബാറ്ററി പുറത്ത് കൊണ്ട് ചാർജ് ചെയ്യിച്ച് അല്ലെങ്കിൽ ജംപ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആകുന്ന ഒരു സിനാരിയോ വരും. അപ്പം അങ്ങനെ ഒരു പ്രോബ്ലം ഈ പറഞ്ഞ ഹാർഡ്വെയറിങ് ടെക്നിക്കിലുണ്ട്. അപ്പം അത് സോൾവ് ചെയ്യാനായിട്ട് കുറേ മെഷേഴ്സ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യും. ഇനി ഹാർഡ്വെയറിങ്ങിനകത്ത് രണ്ടാമത്തെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ മിക്ക വണ്ടികളിലും OBD പോർട്ട് എന്ന് പറയുന്ന ഒരു പോർട്ട് കാണും. OBD പോർട്ട് യൂഷ്വലി നമ്മളുടെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയായിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലോട്ടോ എവിടെയെങ്കിലും ആയിട്ടായിരിക്കും ഈ OBD പോർട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ വണ്ടിയുടെ മോഡലിൽ എവിടെയാണ് OBD പോർട്ട് എന്നുള്ള ഗൂഗിളിൽ സെർച്ച് കഴിഞ്ഞാൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ OBD പോർട്ട് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ വണ്ടി നമ്മൾ സർവീസിന് കൊടുക്കുന്ന സമയത്ത് അവരുടെ കയ്യിൽ ഒരു ഡയഗ്നോസ്റ്റിക്സിന് വേണ്ടിയുള്ള ഒരു ഹാൻഡ് ഹെൽഡ് ഡിവൈസ് കാണും, നമ്മുടെ മൊബൈൽ ഫോണൊക്കെ പോലെ. അപ്പോൾ അതിൻ്റെ ഏറ്റത്തൊരു പോർട്ട്, ഒരു പ്ലഗ് പോലെ സാധനം കാണും. ആ പ്ലഗ് കൊണ്ട് കണക്ട് ചെയ്യാൻ പോകുന്ന ഈ OBD പോർട്ടിലോട്ടാണ്. അപ്പം അങ്ങനെ അവർക്ക് വണ്ടിയുടെ ഇൻറ്റേർണലി ഉള്ള കുറേ പാരാമീറ്റേഴ്സൊക്കെ റീഡ് ചെയ്യാനും എന്തെങ്കിലും പ്രോബ്ലംസ് വണ്ടിക്കുണ്ടോ എന്നൊക്കെയുള്ള സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുപയോഗിക്കുന്ന ഒരു പോർട്ടാണ് ആ പോർട്ട്. ആ പോർട്ട് ആ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കുന്നതിനോടൊപ്പം അത് നമുക്ക് വേറെ പല ഫംഗ്ഷൻസിനും വേണ്ടി ഉപയോഗിക്കാം. ഉദാഹരണത്തിന് അതിനകത്ത് ഫുൾ ടൈം യൂഷ്വലി നമ്മളുടെ ഈ പവർ സപ്ലൈ കാണും. വണ്ടി ഓഫ് ആണെങ്കിലും OBD പോർട്ടിൽ പവർ സപ്ലൈ കാണും. അപ്പോൾ ആ OBD പോർട്ടിൽ വണ്ടി ഓഫ് ആയിരിക്കുന്ന സമയത്തുള്ള പവർ സപ്ലൈ നമുക്ക് ഡാഷ് ക്യാം പവർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ വണ്ടി ഓൺ ആണോ അല്ലെങ്കിൽ ഓഫ് ആണോ എന്ന് തിരിച്ചറിയാനും നമുക്ക് ഈ OBD പോർട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പം OBD പോർട്ടിൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കേബിൾ നമുക്ക് ഡാഷ് ക്യാമിലോട്ട് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ റെക്കോർഡിംഗ് ഫുൾ ടൈം ചെയ്യാൻ പറ്റും. നമ്മൾ ഇൻറ്റേർണലി വയറിംഗ് ഒന്നും കയറി മുറിക്കാതെ അല്ലെങ്കിൽ വയറിംഗ് ഒന്നും തപ്പി കണ്ടുപിടിക്കാതെ ഡയറക്റ്റ് നമുക്ക് അവിടെ പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡാഷ് ക്യാം ഫുൾ ടൈം വർക്കിംഗും ആയിരിക്കും. നമ്മളുടെ വാറണ്ടിനെയോ ഒരു കാര്യങ്ങളൊന്നും വണ്ടിയുടെ ഒന്നും അഫക്റ്റ് ചെയ്യത്തില്ല, കാരണം നമ്മൾ വയറിംഗ് ഒന്നും ഓൾട്ടർ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ അത് ഭയങ്കര എളുപ്പമുള്ള ഒരു വഴിയാണ്. ഇനി നമ്മൾ ബാറ്ററി ഹാർഡ്വെയറിംഗ് രീതി ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വണ്ടിയുടെ ബാറ്ററി ഡ്രെയിൻ ആകാനുള്ള പോസിബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം? ഇവിടെയാണ് നമ്മൾ ഡാഷ് ക്യാം ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചൂസ് ചെയ്യേണ്ടത്. ചില ഡാഷ് ക്യാംസിലൊക്കെ നമ്മൾ ബാറ്ററി പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ കാണും. അപ്പോൾ ബാറ്ററി പ്രൊട്ടക്ഷൻ ഫീച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ബാറ്ററിയുടെ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് ഈ ഡാഷ് ക്യാമിന് അറിയാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളുടെ ബാറ്ററിയിൽ, നമ്മുടെ കാറിൻ്റെ ബാറ്ററി ഒക്കെ യൂഷ്വലി 12 വോൾട്ടാണ്. അപ്പോൾ 12 വോൾട്ടിൻ്റെ ബാറ്ററി ഏകദേശം അതിൻ്റെ ഒരു വോൾട്ടേജ് ചാർജിങ് ടൈമിലൊക്കെ 13.6 വോൾട്ടും ചാർജിങ് ചെയ്യാത്ത സമയത്ത് ഏകദേശം 12.6 വോൾട്ട് 12.5 വോൾട്ട് ആ ഒരു റേഞ്ചിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മളുടെ ക്യാമറയുടെ സെറ്റിങ്സിനകത്ത് ഒരു സെറ്റിംഗ് നമുക്ക് സെലക്ട് ചെയ്ത് വെക്കാം. ഒരു പർട്ടിക്കുലർ വോൾട്ടേജ് ആകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ക്യാമറ തന്നെ ഓഫായി പോകുന്ന രീതിയിൽ നമുക്കത് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പം നമ്മളുടെ ഈ ബാറ്ററിയുടെ വോൾട്ടേജ് കുറഞ്ഞ് ഇപ്പോൾ 12.2 വോൾട്ട് എന്ന് ഞാനവിടെ ത്രെഷോൾഡ് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കാറിൻ്റെ ബാറ്ററിയുടെ വോൾട്ട് 12.2 ആകുന്നത് വരെ ക്യാമറ ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യത്തുള്ളൂ. അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷട്ട് ഡൗൺ ആയി പോകും. അപ്പം നമ്മളുടെ കാറിൻ്റെ ബാറ്ററി പ്രശ്നമൊന്നും ഇല്ലാതിരിക്കും. നമുക്ക് പിന്നീട് കാർ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും, വേറെ പ്രശ്നങ്ങളൊന്നും വരില്ല. അതേസമയം ഒരു ലോങ് ടേമിലേക്ക്, കുറേ ഡ്യൂറേഷനിലേക്ക് നമുക്ക് ക്യാമറ ഉപയോഗിച്ച് റെക്കോർഡിങ് ചെയ്യാനും പറ്റും. ആ ഡ്യൂറേഷൻ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതിലോട്ട് ഇനി അടുത്ത സെക്ഷനിൽ നമുക്ക് കിടക്കാം. വണ്ടി ഒരു പാർക്കിംഗ് മോഡിലായിരിക്കുമ്പം നമ്മൾ കുറച്ച് ബാറ്ററി ഉപയോഗിച്ചിട്ട് ക്യാമറ മാക്സിമം ഡ്യൂറേഷനിൽ എങ്ങനെ വർക്ക് ചെയ്യിപ്പിച്ചെടുക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കുമ്പം ക്യാമറ നമുക്ക് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് തരും. നമ്മൾ എങ്ങനെയാണ് ആ സമയത്ത് ഫുട്ടേജ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ സ്ട്രെയിറ്റ് ഫോർവേഡ്, ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുക. വണ്ടി പാർക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിന് ഇപ്പം നമ്മുടെ മെമ്മറി കാർഡ് ഇപ്പോൾ 128 GB ആണെന്ന് വിചാരിക്കും. അപ്പോൾ 128 GB മെമ്മറി കാർഡ് ഇങ്ങനെ നമ്മുടെ ഫുള്ളായി കഴിയുമ്പോഴത്തേക്കിന് നമ്മളുടെ ഓരോ റെക്കോർഡിങ്ങും 1 മിനിറ്റ് ദൈർഘ്യമായിരിക്കും യൂഷ്വലി വരുന്നത്. 1 മിനിറ്റോ അതിൽ കൂടുതലോ കുറഞ്ഞോ ഒക്കെ വരും.
അപ്പോൾ നമുക്ക് ചില ക്യാമറകൾ സെറ്റ് ചെയ്യാൻ പറ്റും, ചില ക്യാമറകൾ പറ്റത്തില്ല. എന്നാലും നമുക്കൊരു ആവറേജ് 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ ഒന്ന് കൂട്ടാം. അപ്പം ആദ്യം ഷൂട്ട് ചെയ്ത 1 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോനെ പിന്നെ അത് റീപ്ലേസ് ചെയ്ത് അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മുടെ പാർക്കിംഗ് മോഡിൽ കണ്ടിന്യൂസ് റെക്കോർഡിംഗ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഓവർ റൈറ്റ് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും 128 GB നിറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഇവിടെ നമ്മുടെ ക്യാമറ ഫുൾ ടൈം ഓൺ ആണ്, നമ്മൾ എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആസ് ലോങ് ആസ് നമ്മൾ ആ നേരത്തെ ഫയൽ ഓവർ റൈറ്റ് ചെയ്യാത്തത്തോളം കാലം നമുക്ക് ആ കണ്ടന്റ് എടുക്കാനും പറ്റും. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ, സ്ട്രേറ്റ് ഫോർവേഡ് ഓപ്ഷൻ. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കിന് ഇമ്പാക്റ്റ് മോഡ് എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മളുടെ ക്യാമറ ഓണാണ്, ബൈ ഡിഫോൾട്ട് അത് ഓൺ ആയിട്ടിരിക്കുകയാണ്, പക്ഷേ അത് റെക്കോർഡ് ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു വണ്ടിയിൽ എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് വരുമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ആരെങ്കിലും വന്ന് വണ്ടി തട്ടുകയോ മുട്ടുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ക്യാമറയ്ക്കകത്തൊരു ഇമ്പാക്റ്റ് സെൻസറാണ്, ഒരു ഗ്രാവിറ്റി സെൻസറാണ്, അപ്പം ഒരു G സെൻസറാണ്. അപ്പോൾ ആ G സെൻസർ വെച്ചിട്ട് വണ്ടിയിൽ ഒരു ഇമ്പാക്റ്റ് നടന്നോ എന്ന് ക്യാമറയ്ക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ ഇമ്പാക്റ്റ് നടന്നതിന് ശേഷമുള്ള 1 മിനിറ്റ് ഡ്യൂറേഷനിലുള്ള വീഡിയോ നമ്മൾ ഈ പറഞ്ഞ ക്യാമറ ഈ മെമ്മറി കാർഡിലോട്ട് സേവ് ചെയ്ത് വെക്കും. അത് കഴിഞ്ഞ് പിന്നെയും ക്യാമറ പിന്നൊന്നും റെക്കോർഡ് ചെയ്തില്ല, അടുത്ത ഇമ്പാക്റ്റിൻ്റെ സമയത്ത് മാത്രമേ റെക്കോർഡ് ചെയ്തുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് മെമ്മറി സേവ് ചെയ്യാനും ക്യാമറ ഉപയോഗിക്കുന്ന പവർ സേവ് ചെയ്യാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ്. എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രം റെക്കോർഡ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പാക്റ്റ് നടന്നതിന് തൊട്ട് ശേഷമുള്ള വീഡിയോ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. ഇമ്പാക്റ്റിന് മുന്നേ ഉള്ള ഒരു കണ്ടന്റ് നമുക്ക് കിട്ടത്തില്ല. എങ്ങനെയാണ് ആ ഇമ്പാക്റ്റ് നടന്നത് അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കിട്ടത്തില്ല. അപ്പോൾ അതിനുള്ള ഒരു സൊല്യൂഷൻ എന്ന് നമുക്ക് വേണമെന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് മോഷൻ ഡിറ്റക്ഷൻ. അപ്പോൾ ചില ക്യാമറകളിൽ ഈ പറഞ്ഞ മോഷൻ ഡിറ്റക്ഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചറുണ്ട്. അപ്പം ക്യാമറ ബൈ ഡിഫോൾട്ട് ഒരു ലോ പവർ സ്റ്റേറ്റിൽ ഇങ്ങനെ ഓൺ ആയിട്ടിരിക്കുമായിരിക്കും. വണ്ടിയുടെ ചുറ്റും എന്തെങ്കിലും ഒരു മോഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറ ഓണായിട്ട് നിൽക്കും. ഓണായിട്ട് നിന്നിട്ട് ആ മോഷനോട് അക്കമ്പനി ചെയ്ത് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റും കൂടെ വണ്ടിയിൽ നടന്നെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ക്യാമറയ്ക്ക് മനസ്സിലാവും, ഓക്കെ, ഒരു മോഷൻ നടന്നിട്ടുണ്ട്, ഒരു ഇമ്പാക്റ്റ് നടന്നിട്ടുണ്ട്, ഈ സമയത്തുള്ള വീഡിയോ സേവ് ചെയ്യണം. അപ്പോൾ ആ വീഡിയോ മാത്രം അത് സേവ് ചെയ്യും. അപ്പം സേവ് ചെയ്യുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇമ്പാക്റ്റ് നടക്കുന്നതിന് തൊട്ട് മുമ്പിലത്തെ കുറച്ച് ഭാഗവും ഇമ്പാക്റ്റ് നടന്നതിന് ശേഷമുള്ള ഭാഗം കൂടെ ഒരുമിച്ച് ചേർത്തിട്ടായിരിക്കും നമ്മളുടെ വീഡിയോ നമ്മുടെ മെമ്മറി കാർഡിൽ സേവ് ചെയ്യുന്നത്. അപ്പം നമ്മൾ വാങ്ങുന്ന ഡാഷ് ക്യാമിൽ ഈ പറഞ്ഞ മോഷൻ ഡിറ്റക്ഷൻ എന്നുള്ളൊരു ഫീച്ചറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബാറ്ററിയും സേവ് ചെയ്യാൻ പറ്റും, നമ്മുടെ മെമ്മറിയും സേവ് ചെയ്യാൻ പറ്റും, ഇമ്പാക്റ്റിന് മുന്നേയും ഇമ്പാക്റ്റിന് ശേഷമുള്ള വീഡിയോയും കിട്ടും. അപ്പം ഇതാണ് മൂന്നാമത്തെ പാർക്കിംഗ് മോഡ് എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ ഈ മോഡുകളൊക്കെയുള്ള പല രീതിയിലുള്ള ഡാഷ് ക്യാംസ് അവൈലബിൾ ആണ്. അപ്പം ഇങ്ങനെയാണ് പാർക്കിംഗ് മോഡിൽ നമ്മളുടെ ഡാഷ് ക്യാം വർക്ക് ചെയ്യുന്നത്. ഈ വീഡിയോയുടെ കൂടെ ഞാൻ എൻ്റെ വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്ത ഡാഷ് ക്യാമിനുള്ള എടുത്ത വീഡിയോ സാമ്പിൾസ് ഇതിൻ്റെ കൂടെ വീഡിയോയിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതാണ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത്. അപ്പോൾ ഇതൊരു 4K ബേസ്ഡ് ക്യാമറയാണ്. അപ്പോൾ 2 ക്യാമറ ഉള്ള സിസ്റ്റമാണിത്. മുമ്പിലത്തെ ക്യാമറയും പുറകിലത്തെ ക്യാമറയും. മുമ്പിലത്തെ ക്യാമറ 4Kയും ബാക്കിലത്തെ ക്യാമറ 2K ആണ്. അപ്പം അതാണ് അതിൻ്റെ റെസൊല്യൂഷൻ. ഞാനിത് കണക്ഷന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് OBD പോർട്ടിൽ നിന്ന് പവർ എടുത്തിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വയറിങ് ഞാൻ ചെയ്യാനായിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയുടെ അവിടെ നിന്ന് റൂഫിൻ്റെ മുകളിൽ കൂടെ വയർ എടുത്തിട്ട് വണ്ടിയുടെ പില്ലറിൻ്റെ ഉള്ളിൽ കൂടെ ഈ വയർ വലിച്ചു, എന്നിട്ട് താഴെ സ്റ്റിയറിംഗ് വീലിൻ്റെ താഴെയുള്ള OBD പോർട്ടിലാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ പുറത്ത് വിസിബിളായിട്ട് ഒരു വയറിംഗ് ഒന്നുമില്ല, എക്സെപ്റ്റ് ആ ക്യാമറയുടെ ഭാഗത്ത് വയർ ഒന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലത്തില്ലാതെ വേറെ വയറിംഗ് ഒന്നുമില്ല. അപ്പോൾ അങ്ങനെ വൃത്തിയായിട്ട് തന്നെ നമുക്ക് എല്ലാ വണ്ടികളിലും ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ തിങ്ക്വെയർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ക്യാമറയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇഷ്ടംപോലെ ബ്രാൻഡിൻ്റെ ക്യാമറാസ് അവൈലബിൾ ആണ്, പല വിലയിലും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷനിലും ഒക്കെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇതിൻ്റെ വില മാറും. അപ്പം ഈ OBD പോർട്ട് വഴി പവർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള കൺവീനിയൻസും ഉണ്ട്. എൻ്റെ ഒരു സജഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ OBD പോർട്ട് വഴി പവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ക്യാമറ വാങ്ങുക. അതുപോലെ തന്നെ നമ്മളുടെ കാറിൻ്റെ ബാറ്ററി മോണിറ്റർ ചെയ്ത് നമുക്ക് ത്രെഷോൾഡ് സെറ്റ് ചെയ്ത് ക്യാമറ ഷട്ട് ഡൗൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്യാമറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടിക്കും ഒരു പ്രശ്നമില്ലാതെ ക്യാമറ നമുക്ക് തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിച്ചത്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇന്നൊരു വീഡിയോയുടെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.